ദേ, ഏകദേശം എത്രയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇത് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ല, കുറച്ചധികം ക്വസ്റ്റ്യൻ ഫലസിന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, ഫലസിക്ക് അത്യാവശ്യം പിടിയുള്ള ആൾക്കാരാണെങ്കിൽ നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നടന്ന ലോജിക്കൽ റീസണിങ്ങിന്റെ ടെസ്റ്റ്, ഇപ്പൊ നമ്മൾ ഇന്ന് PYQ ഡിസ്കഷൻ എടുക്കാൻ പോകുന്ന ടെസ്റ്റ്. നമുക്ക് പതുക്കെ തുടങ്ങിയാലോ? ഏകദേശം ഒക്കെ ആൾക്കാരായി. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ലോജിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിള് മീമാംസ സ്കൂള് പ്രകാരം ഏത് എന്താ പറയാ പ്രമാണയിലാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. മീൻസ് ഓഫ് നോളജ് അല്ലെങ്കിൽ ഏത് പ്രമാണയിലാണ് തന്നിരിക്കുന്ന എക്സാമ്പിൾ വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ആൻസർ ചെയ്യൂ. നമ്മൾ യൂഷ്വലി കണ്ടുവരാറുള്ള ഒരു എക്സാമ്പിൾ തന്നെ ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് ചോദിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യട്ടോ. അതന്നെ, ദേവദത്ത. ഇവിടെ ദേവദത്തക്ക് പകരം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് എന്നുള്ള പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. ആ കണ്ടീഷൻ, ആ ഒരു സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. ദേവദത്ത എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്കൊക്കെ ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ എ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ഈസ് നെവർ സീൻ ടു ബി റൈറ്റിംഗ് ഓർ റീഡിംഗ് ഡ്യൂറിംഗ് ദ ഡേ ടൈം, but she always submit her assignment on time. Therefore, one can conclude that she must be studying and writing during the night time. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു, മീമാംസ സ്കൂൾ പ്രകാരം ഏത് നോളജിന്റെ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ പ്രമാണയാണ് ഈ ആർഗ്യുമെന്റിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. നമുക്ക് ഈ എക്സാമ്പിൾ ഇങ്ങനെ കാണുമ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് ദേവദത്തയുടെ സെനാരിയോ അറിയാം. ദേവദത്ത വളരെ ഫാറ്റ് ആയിട്ട് കാണപ്പെടുന്നു. ദേവദത്ത ഡേ ടൈമിൽ ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദേവദത്ത കഴിക്കുന്നത് നൈറ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് പകലൊന്നും എഴുതിയ വായിക്കുകയോ ചെയ്യുന്നതോ കാണുന്നില്ല, പക്ഷെ കൃത്യസമയത്ത് അവർ അസൈൻമെന്റ് വെക്കുന്നുണ്ട്. സോ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് എന്താക്കുന്നുണ്ട്? നൈറ്റില് അസൈൻമെന്റ് എഴുതുന്നുണ്ട്. രണ്ടും സെയിം സെനാരിയോ ആണ്. അത് ഏതാ വരിക? അർത്ഥപതിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ആൻസർ ചെയ്തതുപോലെ അർത്ഥപതിയാണ് വരിക. അപ്പൊ നമുക്കിനി ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഓരോന്നും എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു റിവിഷൻ മോഡില് ജസ്റ്റ് ഒന്ന് നോക്കി പോവാ കേട്ടോ. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് അനുമാന. അനുമാനം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ റീസൺ ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് അനുമാന, അല്ലെങ്കിൽ നമ്മൾ അനുമാനിച്ചെടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വ്യാപ്തി ആയിരിക്കും, അഥവാ യൂണിവേഴ്സൽ കൺകമ്മിറ്റൻസ്. നമ്മൾ പുക കാണുമ്പോൾ അവിടെ തീ ഉണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ അനുമാനിക്കുന്നതാണ്. അപ്പൊ ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പ്രമാണാസിനെയാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന, നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള അർത്ഥപതി അല്ലെങ്കിൽ പോസ്റ്റുലേഷൻ. വെൻ ടു ഫാക്ട്സ് ഡോണ്ട് മേക്ക് സെൻസ് ടുഗെദർ, അസ്യൂം എ ന്യൂ ഫാക്ട് ദാറ്റ് മേക്സ് ദം ഫിറ്റ്. ഇതാണ് സിംപ്ലി അർത്ഥപതി അല്ലെങ്കിൽ പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുമ്പം ഒരു സെൻസ് അല്ലെങ്കിൽ അതിനകത്തൊരു ഒരു കോമൺ സെൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പുതിയ ഒരു കാര്യം വെച്ചുകൊണ്ട് അവിടെ ഒരു കോമൺ സെൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇതിനെയാണ് അർത്ഥപതി എന്ന് പറയാം. നമ്മൾ നേരത്തെ ഈ ദേവദത്തയുടെ കേസ് പറഞ്ഞത് തന്നെ, അതായത് ഒരു വ്യക്തിയെ നല്ല തടിച്ചിട്ടുള്ള ഒരു ഇതായിട്ട് കാണപ്പെടുന്നു. നമ്മൾ എന്ത് അസ്യൂം ചെയ്യാണ്? ആള് പകലൊന്നും അങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല, അപ്പൊ രാത്രി കഴിക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് ശരിക്കും ഇവിടെ ഫാറ്റ് എന്ന് പറയുന്നത് മറ്റു പല റീസൺസ് കൊണ്ടും ആകാം. സോ അർത്ഥപതി എന്ന് പറയുന്നത് തെറ്റാവാനും ശരിയാവാനും ഒരുപോലെ സാധ്യതയുള്ള ഒരു പ്രമാണയാണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അടുത്തത് നോക്കാം. അതാണ് അനുപലബ്ധി അല്ലെങ്കിൽ നോൺ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇത് സിംപ്ലി നമുക്കൊരു വസ്തുവിന്റെ ആബ്സെൻസ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ അനുപലബ്ധി അല്ലെങ്കിൽ നോൺ പെർസെപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാര്യം ഇല്ല എന്നുള്ളതിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ പെർസീവ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു ഹാളിനകത്ത് ചെന്ന് കയറുന്നു, അവിടെ ഫേർണിച്ചേഴ്സ് ഒന്നും കാണുന്നില്ല, നമുക്ക് എന്ത് മനസ്സിലാകും? അവിടെ ഫർണിച്ചർ ഇല്ല എന്ന് മനസ്സിലാവും. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നിങ്ങളൊരു ഡെസ്കിലേക്ക് നോക്കുന്നു, അവിടെ നിങ്ങളൊരു ബുക്ക് കാണുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? അവിടെ ഒരു ബുക്ക് ഇല്ല. ഇതെങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ വരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അമ്മമാരും അറിയില്ലേ, ആ പിന്നെ അടുക്കളയിൽ പോയിട്ട് ഇതിന്റെ സാധനം എടുത്തിട്ട് വാ. അപ്പൊ നമ്മൾ ഇപ്പോൾ സ്പൂണാണ് എടുക്കാൻ പറഞ്ഞെങ്കിൽ സ്പൂൺ എടുക്കാൻ പോകുന്നു, നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ സ്പൂൺ കാണുന്നില്ല, നമ്മൾ നേരെ വന്നിട്ട് എന്ത് പറയും? അവിടെ സ്പൂൺ ഇല്ല എന്ന് പറയും. അപ്പൊ ഈ ഒരു പെർസെപ്ഷനെയാണ് അനുപലബ്ധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു വസ്തു ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ദെൻ അലൗകിക പ്രത്യക്ഷ, ഇത് അത്ര കോമൺ അല്ല. ഇത് എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആണ്. നമ്മൾ സിക്സ്ത് സെൻസ് വർക്ക് ആവുക എന്നൊക്കെ പറയില്ലേ, ആ കൈൻഡ് ഓഫ്. ആ
അല്ല അലൗകിക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അത്ര കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു മീൻസ് ഓഫ് നോളജ് അല്ല. നമ്മൾ മെയിൻ ആയിട്ട് പറയാറുള്ള ആറെണ്ണത്തിൽ ഇതില്ല. പക്ഷെ അലൗകിക പ്രത്യക്ഷ ജസ്റ്റ് അവർ കൊടുത്തു എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ പെർസെപ്ഷന്റെ ഒരു ഏറ്റവും പീക്ക് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിക്സ്ത് സെൻസ് വർക്ക് ആവുക, അല്ലെങ്കിൽ നമ്മുടെ യോജിക്കൽ സെൻസസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും പെർസെപ്ഷൻ ചെയ്തെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അലൗകിക പ്രത്യക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ, ജസ്റ്റ് ആ ടേം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതൊരു നോർമൽ സെൻസിന്റെ പുറത്തേക്ക്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബിയോണ്ട് നോർമൽ സെൻസ് ആണ് നമ്മുടെ നോർമലി നമ്മൾ കാണുന്ന കേൾക്കുന്ന സ്പർശിക്കുന്ന അറിയുന്ന ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളുടെ പുറത്തേക്കുള്ള സെൻസസിനെ അല്ലെങ്കിൽ അതിന്റെ പുറത്തേക്കുള്ള പെർസെപ്ഷൻസിനെയാണ് അലൗകിക പെർസെപ്ഷൻ അല്ലെങ്കിൽ അലൗകിക പ്രത്യക്ഷ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ യൂഷ്വലി പറയാറുള്ള ആറ് പ്രമാണയിലുള്ളതല്ല. ഇത് ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടത് സാധാരണ ദേവദത്തക്ക് പകരം സാധാരണ ദേവദത്തക്ക് പകരം ഇവിടെ ആര് തന്നു? ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിന് തന്നു എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സാധാരണ ദേവദത്ത ഫാറ്റ് ആണെന്നുള്ളതാ പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് കൃത്യസമയത്ത് അസൈൻമെന്റ് വെക്കുന്നു എന്നുള്ളതാണ് തന്നിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ അത് ഏതിലാണ് വരിക? ഇന്ത്യൻ ലോജിക്കില് അർത്ഥപതിയിലാണ് വരിക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇതിപ്പോ ഞാൻ പറഞ്ഞതിൽ ഉണ്ടായിരുന്നതാണ്. എത്ര ആൾക്കാർ കേട്ടു? ഡിക്ക് ഒരു എക്സാം ദൃശ്യ ഒന്നും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ചോദിക്കും, എനിക്ക് മനസ്സിലായില്ല. ഡിക്ക് ഒരു എക്സാമ്പിൾ എന്നാണോ ചോദിച്ചത്? ഡിക്ക് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സിക്സ്ത് സെൻസ് വർക്കായിട്ട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുക എന്നൊക്കെ പറയില്ലേ, ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ കേട്ടോ. അതൊരു നോർമൽ പെർസെപ്ഷന്റെ പുറത്തേക്ക് നമ്മൾ കാണാൻ, കേൾക്കുക, അറിയാൻ, സ്പർശിക്കുക, മണക്കുക എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പെർസെപ്ഷൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളത്. നമുക്കിപ്പോ വെറുതെ അങ്ങനെ തോന്നൂലേ? ഇപ്പം നമ്മൾ എന്താ പറയാ, ഇപ്പം ചിലര് മമ്മൂട്ടിന്റെ ഒരു സിനിമ ഉണ്ട്, പഴയ സിനിമ, ട്രെയിൻ മറിയുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? പിന്നെ ചിലര് നല്ലപോലെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ പല കാര്യങ്ങളും പെർസീവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് അലൗകിക പെർസെപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോ പറയുകയും ചെയ്തു. എന്താണ് ദ ടേം യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ഇൻ ഇന്ത്യൻ ലോജിക് ഇസ് വ്യാപ്തി. നമ്മള് ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ മതിയോ അർത്ഥപതി? നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മള് ഇൻഫറൻസ് എവിടെയൊക്കെ പറയുന്നുണ്ടോ അത് എക്സാമിന് വരുമെന്ന് തോന്നും. അങ്ങനത്തെ അത് തന്നെ, ആ ഒരു കൈൻഡ് ഓഫ് പെർസെപ്ഷൻ തന്നെ. നമ്മുടെ തോന്നലുകൾ എന്നുള്ളതിനേക്കാളും നമ്മൾ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാക്കി എടുക്കുന്ന കൈൻഡ് ഓഫ് നോളജ് ഇല്ലേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെർസെപ്ഷൻസ്, അതാണ് വരിക കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് പിന്നെ അറിയാം. നമ്മൾ ഇൻഫറൻസിന്റെ കേസ് പറയുന്ന സമയത്തൊക്കെ പറയുന്ന ഒരു കേസാണ് എന്ത്? യൂണിവേഴ്സൽ കൺകമിറ്റൻസ് അഥവാ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വ്യാപ്തി എന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം. അപ്പം സാധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സാധ്യ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും ഇന്ത്യൻ ലോജിക്കലി പറയുന്ന എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹില്ല് ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം കേട്ടോ. അത് കുറച്ച് ആൾക്കാർ ഡൗട്ട് വെച്ചോണ്ട് ഒന്നുകൂടെ പറയാം. ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഇൻഫറൻസ് പറയുന്ന സമയത്ത് സാധ്യ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ലൈക്ക് ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ലോജിക്കലി യൂഷ്വലി പറയുന്ന എക്സാമ്പിൾ ആണ് എങ്കിൽ ഹില്ലിൽ ഫയർ ഉണ്ട്. അപ്പൊ ഫയർ ഉണ്ട് എന്നുള്ളതാണ് എന്താക്കേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പൊ അതായിരിക്കും സാധ്യ. എന്താണോ ഒരു ആർഗ്യുമെന്റ് പറയുന്ന ആള് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് അതിനെ നമ്മൾ സാധ്യ എന്ന് പറയും. ഇനി എന്താണ് ഹേതു? അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റീസൺ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഹേതു എന്ന് പറയാം. അതായത് അവിടെ തീ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെക്കണമെങ്കിൽ അതിനൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഹേതു നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കണം, ഒരു റീസൺ വെക്കണം. ആ റീസണെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹേതു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് സാധ്യമായിരിക്കും. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഹേതു എന്ന് പറയും. ഇനി എവിടെയാണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൺസിഡറേഷനിൽ എടുത്തിരിക്കുന്ന ആ സബ്ജക്റ്റ് അതിനെ നമ്മൾ പക്ഷ എന്ന് പറയും. അതായത് നമുക്ക് വേണ്ടത് ഹില്ലിൽ തീ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യലാണ്. അപ്പം ഹില്ലിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് തീയാണ്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു റീസൺ ആണ് സ്മോക്ക് എന്ന് പറയുന്നത്. അപ്പോ അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയാണ് നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ഷയിലായിരിക്കും. അതാണ് ഹില്ല്.
അപ്പൊ ഈ 3 ടേംസ് ഉണ്ടല്ലോ, ഈ 3 ടേംസിനെയാണ് യൂഷ്വലി നമ്മൾ ഇന്ത്യൻ ലോജിക്കിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ലോജിക്കിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകളുടെ വാലിഡ് ഫോർമേഷനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 ടേംസ് ആണ് ഇത് മൂന്നും, സാധ്യ, ഹേതു, പക്ഷ. ഇനി ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരു ഇൻഫറൻസ് വാലിഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരിക്കണം, അതാണ് വ്യാപ്തി അഥവാ യൂണിവേഴ്സൽ കമ്മിറ്റൻസ്. നമ്മളൊരു റീസൺ പറയുമ്പോൾ ആ റീസൺ വാലിഡ് ആവണമെങ്കിൽ നമ്മുടെ സാധ്യയും ആ ഹേതുവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം, അത് യൂണിവേഴ്സൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ വ്യാപ്തി എന്ന് പറയാം. മനസ്സിലായോ? അപ്പം യൂണിവേഴ്സൽ ഇൻവേരിയബിൾ റിലേഷൻ ബിറ്റ്വീൻ ഹേതു ആൻഡ് സാധ്യ. അപ്പൊ വെറെവർ ദർ ഇസ് സ്മോക്ക് ദർ മസ്റ്റ് ബി ഫയർ. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീയുണ്ട് എന്നുള്ള പറയാം. എവിടെയൊക്കെ തീയുണ്ടോ അവിടെയൊക്കെ പുക ഉണ്ടായിരിക്കും, അതുപോലെ എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ തീ ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് യൂണിവേഴ്സൽ കൺകമ്മിറ്റൻസ് അല്ലെങ്കിൽ വ്യാപ്തി. അങ്ങനെയുള്ള ഒരു കണക്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? സാധ്യ ഉള്ളിടത്തൊക്കെ അല്ലെങ്കിൽ ഹേതു ഉള്ളിടത്തൊക്കെ സാധ്യ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻഫറൻസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സിമ്പിൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. പറയാം. ഇത് സിമ്പിളി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു കാര്യം അനുമാനിച്ചെടുക്കുമ്പോൾ അവിടെ ഒരു വ്യാപ്തി ഉണ്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇത് ഇന്ത്യൻ ലോജിക്കിൽ എവിടെ എങ്ങനെയാന്നുള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. നിങ്ങൾ പഠിച്ച സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോ എവിടെയെങ്കിലും 2 വ്യക്തികൾ തമ്മിൽ വളരെ അടുത്ത സൗഹൃദത്തിലാണ്, എങ്കിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. അവരുടെ പല ജസ്റ്റേഴ്സും കാണുമ്പോൾ നമ്മൾ പറയും അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, യൂണിവേഴ്സലി പ്രണയത്തിൽ ആയിരിക്കുന്ന ആളുകൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യോ അവർ അതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആ ഇൻഫറൻസിലേക്ക് എത്തിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധ്യ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള പ്രണയമായിരിക്കും. ഇനി ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഹേതു എന്താണ്? അവരുടെ കളിചിരികളും അവരുടെ പെരുമാറ്റവുമാണ്. ഇനി നമുക്കിത് എവിടെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുത്താണ് പറയുന്നത് അവർ തമ്മിൽ കഠിനമായിട്ടുള്ള പ്രണയത്തിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് അതിന് വാലിഡായിട്ട് എടുത്തിരിക്കുന്ന കാര്യം? യൂണിവേഴ്സലി പ്രണയത്തിലായിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ വ്യാപ്തി. ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക്, അതായത് വാലിഡ് ഫോമിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ദ ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ദർ ഇസ് സ്മോക്ക് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഹില്ലിലാണ് ഫയർ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്. അപ്പൊ എവിടെയാണോ നമുക്ക് പിന്നെ ഈ പറയുന്ന സാധ്യയുടെ പ്രസൻസ് ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ പക്ഷ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന സാധ്യ അല്ലെങ്കിൽ എന്താണോ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത്, അതാണ് സാധ്യ. അപ്പൊ അതോടെ എന്തായിരിക്കും? ഫയർ ആയിരിക്കും. ഇനി ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു റീസൺ നമുക്ക് വേണം, അതാണ് സ്മോക്ക്. നമ്മൾ ഇങ്ങനെ പറയാണ്, ആ കുന്നിൽ തീയുണ്ട് കാരണം അവിടെ പുകയുണ്ട്. അപ്പൊ ഈ കാരണം എന്ന് പറയുന്നതിനെ നമ്മൾ ഹേതു എന്ന് പറയും. നമ്മൾ പറയില്ല എല്ലാ കാര്യത്തിനും ഒരു ഹേതു ഉണ്ടായിരിക്കും, അത് തന്നെ ഹേതു എന്ന് പറഞ്ഞാൽ കാരണം. അപ്പോ എവിടെയാണോ നമുക്കൊരു കാര്യം ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് അത് പക്ഷ, എന്താണോ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് അത് സാധ്യ, അതിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പറയുന്നത് അത് സ്മോക്ക്, അത് ഹേതു. ഇനി ഇത് തമ്മിൽ ഈ ഹേതു സാധ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണോ അത് വ്യാപ്തി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ആ വ്യാപ്തി എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസ് അതിന്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമുക്കിനി എക്സാമ്പിൾ ഇതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വേറൊരു സാധനമായിരുന്നു എന്ത്? ദൃഷ്ടാന്ത, അഥവാ അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എക്സാമ്പിൾ എന്നുള്ളത് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ഇൻഫറൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറയാണ് ആ കുന്നിന്റെ പുറത്ത് തീയുണ്ട് കാരണം അവിടെ സ്മോക്ക് ഉണ്ട്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് സ്മോക്ക് ഉള്ളിടത്തൊക്കെ തീ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് പറയും? ഉണ്ടാവും, കാരണം അടുക്കളയിൽ തീ കത്തുമ്പം പുക ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഞാൻ ആ അടുക്കള എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ദൃഷ്ടാന്ത. ക്ലിയർ ആയോ? ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ ദൃഷ്ടാന്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് സാധ്യ, ഹേതു, പക്ഷ, ദൃഷ്ടാന്ത, അപ്പൊ അതെല്ലാം ഉദാഹരണ എന്ന് പറയാം. ഒരു കൈൻഡ് ഓഫ് ഉദാഹരണ. ദൃഷ്ടാന്ത, ഉദാഹരണ ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ കാണിക്കാം ചോദിച്ച ആൾക്കാർക്ക്. ഇതാണ് കേട്ടോ, കുറച്ച് ലേറ്റ് ആയ ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ആദ്യം വന്നിരുന്ന കുട്ടികൾക്ക് വല്ലാണ്ട് ബോറടിക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ.
ഇതിന്റെ ആൻസർ നമ്മുടെ ദേവദത്തയുടെ എക്സാമ്പിൾ തന്നെ വേറൊരു രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റും അസൈൻമെന്റും എന്നുള്ള രീതിയിൽ തന്നേ ഉള്ളൂ. അതിൽ ജസ്റ്റ് എന്താണ് അത് പറഞ്ഞിരിക്കുന്ന 4 കേസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ദെൻ അതിന്റെ ആൻസർ അർത്ഥപതിയാണ് കേട്ടോ. ദെൻ യൂണിവേഴ്സൽ കൺകമ്മിറ്റൻസ് ഇതാണ് ആൻസർ. ഓക്കെ, ദെൻ യൂണിവേഴ്സൽ കൺകമ്മിറ്റൻസ് എന്താന്നായിരുന്നു ക്വസ്റ്റ്യൻ, മാറ്റാണേ. അപ്പൊ അതിന്റെ ആൻസർ വ്യാപ്തി എന്ന് വന്നു. അപ്പൊ വ്യാപ്തി എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്ന ആളുകള് ഇത് പെട്ടെന്ന് ചെയ്യും, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് അറിയാം എന്താണ് ഇൻക്രീസിങ് ഇന്റൻഷൻ. ഇൻക്രീസിങ് ഇന്റൻഷന്റെ സമയത്ത് സംഭവിക്കുന്ന വേറൊരു കാര്യം അറിയുന്നുണ്ടെങ്കിൽ സിംപ്ലി മനസ്സിലാവും. ആൻസർ ചെയ്യൂ. നമ്മള് ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ ഡിക്രീസിങ് എക്സ്റ്റൻഷൻ പറഞ്ഞ സമയത്ത് തന്നെ ഇൻക്രീസിങ് ഇന്റൻഷനും ഡിക്രീസിങ് ഇന്റൻഷനും വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ക്ലാരിറ്റി കിട്ടിയ ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും. ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ വലുതായി വരും. അപ്പൊ ഇൻക്രീസിങ് ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ചെറുതായി വരും. ഞാൻ കോൺസെപ്റ്റിലൊന്ന് ആലോചിച്ചോക്കെ. ആ പറഞ്ഞുതരാം, ഇന്ന് പറയാം, ഇന്ന് എന്തായാലും പറയാം. ഓക്കെ ഓക്കെ, കുറെ ആൾക്ക് ആൻസർ ചെയ്തു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ സെയിം അന്നില്ലാത്ത ആളുകൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അറിയുന്ന ആളുകൾ ലീവ് ഇറ്റ്, നിങ്ങൾ ആൻസർ ചെയ്തോളൂ. നമുക്ക് ജസ്റ്റ് എന്താന്ന് പറയാം. നമുക്ക് കുറച്ച് ഓരോ എലമെന്റ്സിന്റെയും പ്ലേസിംഗ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ എക്സ്റ്റൻഷൻ ഇന്റൻഷൻ എന്നുള്ളതൊക്കെ വരും. ഇതിൽ ഈ ഡിനോട്ടേഷനും കണോട്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് അനുസരിച്ച്, അതായത് ആ ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ മീനിങ്ങിന്റെ സ്പെസിഫിക്നെസ്സിനനുസരിച്ചിട്ടാണ് ഡിനോട്ടേഷനും കണോട്ടേഷനും വരും. അപ്പൊ നമ്മൾ ഒരു ഡിക്ഷണറി വേർഡിന്റെ മീനിങ് മാത്രം എടുക്കുമ്പോൾ അത് ഡിനോട്ടേഷൻ. കണോട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്ന മീനിങ് എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വരിക. എക്സ്റ്റൻഷന്റെയും ഇന്റൻഷന്റെയും കേസിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ചെറിയ ഒരു എലമെന്റിൽ നിന്നും അത് ഉൾക്കൊള്ളുന്ന വലിയൊരു ടീം, അതിന്റെ വലിയൊരു ടീം, അതിന്റെ ഒരു വലിയൊരു ടീം, ഇങ്ങനെ പോകുന്ന സമയത്ത് എക്സ്റ്റൻഷൻ കൂടി വരികയാണെന്ന് പറയും. ഇതിന് എക്സാമ്പിൾ ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പൊ ഞാനുള്ളത് ബത്തേരിയാണ്. ബത്തേരി എവിടെയാണ്? വയനാട്ടിലാണ്. അപ്പം അതായത് ഞാൻ പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് ജില്ല എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അത് വലുതായി. അപ്പൊ ഇതിനെയാണ് ഈ എക്സ്റ്റൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു എലമെന്റിൽ നിന്നും വലുതായി വരുമ്പം അത് എക്സ്റ്റൻഷൻ ആയിട്ട് വരും. മുനിസിപ്പാലിറ്റി, ജില്ല, സംസ്ഥാനം, രാജ്യം, പിന്നെ ഭൂഖണ്ഡം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രോഡായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ചെറിയ എലമെന്റിൽ നിന്നും അതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ ഡിക്രീസിങ് എന്തായിരിക്കും? വലിയൊരു എലമെന്റിൽ നിന്നും അത് ചെറുതായിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റൻഷനിൽ വരിക. നമ്മൾ ഇന്റന്റ് ചെയ്യുന്ന കാര്യം, അപ്പം ഇന്റന്റ് ചെയ്യുന്ന കാര്യം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുക എന്നാണ്. അപ്പൊ ഒരു ബ്രോഡർ ആയിട്ടുള്ള ടേമിൽ നിന്നും എന്തായിരിക്കും? അത് ചെറുതായി വന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടെ അതാണ് ഇൻക്രീസിംഗിൽ സംഭവിക്കുക. ഇൻക്രീസിംഗ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് കൂടി വരുന്നു. എന്തിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡിക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഫോക്കസ് കുറഞ്ഞു വരുന്നു. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് വെക്കുക. നിങ്ങൾ ഇതിന്റെ മീനിങ്ങിലേക്കൊന്നും ഒരുപാട് പോണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് മനസ്സിലാക്കുക? എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കൂടുന്ന സമയത്ത് സ്പെസിഫിക്കിൽ നിന്നും ജനറലിലേക്ക് പോകുന്നു മനസ്സിലാക്കി വെക്കുക. ആ ഒരു ഒറ്റ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലെയും സെനാരിയോ സെയിം ആണ് വരിക. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്പെസിഫിക്കിൽ നിന്നും ജനറലിലേക്ക് പോകും. ഡിക്രീസ് ചെയ്യുമ്പം ജനറലിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരും. നമ്മളോട് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്റൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്. ഇന്റൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്റൻഷൻ ഞാൻ പറഞ്ഞു നമുക്ക് ഫോക്കസ് കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ അവിടെ ജനറൽ ആയിട്ടുള്ള ടേമിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ടേമിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് കിട്ടേണ്ടത്? ഇന്റൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ളതിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് കൂടുതൽ വരും. അപ്പൊ ഇനി നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയേ, അതില് ഏത് ടേം ആണ് ഏറ്റവും ജനറൽ, അതിൽ നിന്നും ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയുന്ന ടേം ഏതാണോ അതിലേക്ക് പോകണം. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ജനറൽ ആയിട്ടുള്ള ടേം ഏതാ? അത് ക്ലിയർ ആക്കി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ആൾക്കാരെ ഒന്ന് ഇതിലിട്ട് കേട്ടോ. ഇതിൽ ഏറ്റവും ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ഏതായിരിക്കും? മോസ്റ്റ് ജനറൽ ഈ കൂട്ടത്തില് പ്രോസ്, സ്റ്റോറി, അതെ ലിറ്റററി വർക്ക് എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും.
ലിറ്ററേച്ചർ വർക്ക്സിൽ പോയിന്റ്സ് ഉണ്ടായിരിക്കാം, സ്റ്റോറീസ് ഉണ്ടായിരിക്കാം, ജേർണൽസ് ഉണ്ടായിരിക്കാം, എസ്സേസ് ഉണ്ടായിരിക്കാം. ഏതൊക്കെ കൈൻഡ് ഓഫ് നെറേഷൻസ് ഉണ്ടോ അതെല്ലാം ലിറ്റററി വർക്ക്സിൽ വരും. ഇനി ലിറ്റററി വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൽ നോക്കുക, പ്രോസ് പറയുന്നുണ്ട്, സ്റ്റോറി പറയുന്നുണ്ട്, ഷോർട്ട് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ ഗദ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോസ് എന്നുള്ള ടേം യൂസ് ചെയ്യുക. സോ ലിറ്റററി വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഗദ്യ രൂപത്തിലുള്ളത് എന്തും. ഗദ്യ രൂപത്തിൽ പദ്യം ഉണ്ടാകാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്സേ ഉണ്ടാകാം, കഥകൾ ഉണ്ടാകാം, എന്തും ഉണ്ടാകാം. നമുക്ക് താളത്തിൽ പാടാൻ പറ്റാത്തതിനെല്ലാം യൂഷ്വലി പറയുന്ന ഒരു സിഗ്നിഫിക്കന്റ് ടേമാണ് പ്രോസ് എന്ന് പറയുന്നത്. ഇതിൽ ലിറ്ററേച്ചറുകാരുണ്ടെങ്കിൽ തിരുത്തി തരണം. ഞാനൊരു +2 വരെ മലയാളവും ഇംഗ്ലീഷും പഠിച്ചതിന്റെ ബേസിലാണ് ഈ പറയുന്നത് കേട്ടോ. സോ പ്രോസ് എന്ന് പറയുന്നത് ഗദ്യ രൂപത്തിലുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ ഗദ്യ രൂപത്തിലുള്ളതിൽ ഒരു കാറ്റഗറിയാണ് സ്റ്റോറി, അല്ലെ? ഇനി ഈ സ്റ്റോറിയുടെ കാറ്റഗറി തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ചെറുകഥകളുണ്ട്, നോവൽസ് ഉണ്ട്, അല്ലാത്ത കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്, ഫിക്ഷണൽ സ്റ്റോറീസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഇതിൽ സ്റ്റോറിന്റെയും താഴെയാണ് ഏത് വരിക, ഷോർട്ട് സ്റ്റോറി വരിക. അപ്പൊ ഇൻക്രീസിങ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ് കൂടി കൂടി വരും. സോ ഇവിടെ ലിറ്റററി വർക്ക്, പ്രോസ്, സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി, അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതായിരിക്കും പാറ്റേൺ വരിക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DABC ആണ് വരിക. ഇത് ക്ലിയർ ആയോ? അതെ, അപ്പൊ ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് A ആയിരിക്കും. ഇത് ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ സാധനം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ആരും എന്ത് ചെയ്യരുത്, ഇത് തല തിരിച്ച് പഠിച്ചു വെക്കരുത് കേട്ടോ. ഒരു കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീനെ ഫോക്കസ് ചെയ്ത് പറയല്ല. നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാൽ, കണക്ഷൻ പാളിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് തെറ്റുന്ന ഉത്തരം ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഈ സ്പെസിഫിക് ടു ജനറൽ ടേം ആണ് നിങ്ങളോട് ചോദിച്ചത് എങ്കിൽ ഒരു ഓപ്ഷൻ ഇതായിരിക്കും, അടുത്ത ഓപ്ഷൻ ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ തെറ്റാനുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ തെറ്റില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും കഴിഞ്ഞ സെഷനിൽ ഇരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യന്റെ നമ്പറാ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കൂ. എന്റെ പേഴ്സണൽ നമ്പർ ആണോ ചോദിക്കണേ? ആഴ്ച ലാസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ എക്സാമിൽ അല്ല കഴിഞ്ഞ ഡെയിലി ടെസ്റ്റിൽ ചെയ്തതാണ്. അപ്പൊ ആ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. അവിടെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞ കാര്യം ഇവിടെ 2 സ്റ്റെപ്പായി തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഗുഡ്. കുറെ ആളൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. തെറ്റിക്കോട്ടെ, നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ ചെയ്യട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇന്നതാണെന്ന് തോന്നുന്ന ആൾക്കാർ ആൻസർ ചെയ്യാം. ഇന്നും മാർക്ക് എഴുതി വെക്കണ്ടല്ലോ അല്ലെ? നമുക്ക് ഇത് കഴിയുമ്പോഴേക്ക് എത്ര സ്കോർ കിട്ടി എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, വെരി ഗുഡ്. നമ്മ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് കറക്റ്റ് സീക്വൻസ് എന്താന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ആദ്യമേ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ ഒരു സോഴ്സും ടാർഗറ്റും ഉണ്ടായിരിക്കണം. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം, ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യം. സോ ഒരു അനലോജിക്കൽ ആർഗ്യുമെന്റിൽ നമ്മൾ എന്തിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഒരു ആർഗ്യുമെന്റിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ ഒരു റീസണിങ്ങിൽ എത്തിച്ചേരുക? നമ്മൾ എപ്പോഴും സിമിലാരിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും എത്തിച്ചേരുക. സോ സിമിലാരിറ്റീസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എലമെന്റ്സ് വേണം. എന്തൊക്കെ വേണം? നമുക്ക് അറിയുന്ന ഒരു കാര്യം വേണം, അറിയാത്തൊരു കാര്യം വേണം. അറിയുന്ന കാര്യവും അറിയാത്ത കാര്യവും തമ്മിലുള്ള സിമിലാരിറ്റീസ് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു അനാലിസിസിൽ എത്തിച്ചേരുന്നതിനെ അല്ലെങ്കിൽ റീസണിങ്ങിൽ എത്തിച്ചേരുന്നതിനെയാണ് അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയാം. സോ ഇവിടെ ഒരു നോൺ കേസ് ഉണ്ടായിരിക്കണം, അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് നല്ലപോലെ അറിയുന്ന ഒരു കേസാണ് നമ്മൾ ഈ പറയുന്ന നോൺ കേസ്. ദെൻ ടാർഗറ്റ് കേസ് എന്തായിരിക്കണം? നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും, അതാണ് അൺനോൺ കേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഷെയർഡ് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യവും അറിയാത്ത കാര്യവും തമ്മിൽ കോമൺ ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. അറിയുന്ന കാര്യവും അറിയാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം മേ ബി നമുക്ക് എന്തിനെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിൽ ഇപ്പം നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള ഒരു ഫോണിൽ ഇന്ന ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ പുതിയതായിട്ട് വാങ്ങാൻ പോകുന്ന ഫോണിൽ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കില്ലേ? അതാണ് ഈ ഷെയർഡ് ആട്രിബ്യൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ഇംപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ്. ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു അനലോജിയിൽ എത്തിച്ചേരും. എന്ന് വെച്ചാൽ നമ്മൾ ആ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് ഇത് രണ്ടും ഏകദേശം സിമിലർ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഏകദേശം ഓക്കെ ആണ്, ഇത് രണ്ടും ഒരുപാട് ഷെയർഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഇതിന്റെ കറക്റ്റ് സ്റ്റെപ്സ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരും, ഇത് രണ്ടും ഏകദേശം സെയിം ആണെന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ എത്തിച്ചേർന്ന കൺക്ലൂഷൻ വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്നുള്ളത് നോക്കും.
നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടതാണോ അല്ല നമ്മുടെ അനലോജി മീനിങ് ഫുൾ ആണോ എന്ന് അനലൈസ് ചെയ്തെടുക്കും. ഇതോടുകൂടിയാണ് നമ്മുടെ അനലോജിക്കൽ ആർഗ്യുമെന്റിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അനലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് അവസാനിക്കുന്നത്. അനലോജിക്കൽ ആർഗ്യുമെന്റിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും അനലോജിക്കൽ റീസണിങ്ങിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാലും സ്റ്റെപ്സ് സെയിം ആണ് കേട്ടോ. രണ്ടിന്റെയും തുടക്കം അറിയുന്ന കാര്യവും അറിയാത്ത കാര്യമാണ്, ഒടുക്കം അത് വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്ന് അനലൈസ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പോ ഇനി നമുക്ക് തന്ന ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകുമ്പോൾ കറക്റ്റ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ടാർഗറ്റ് കേസ്. ആദ്യം നമുക്ക് എന്ത് വേണം? ആദ്യം നമുക്കൊരു നോൺ കേസ് വേണം അല്ലെ? അപ്പൊ ഇവിടെ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആദ്യം നമുക്ക് അറിയുന്ന ഒരു കാര്യം വേണം, പിന്നെ നമുക്ക് അറിയാത്ത ഒരു കാര്യം വേണം, അതിനുശേഷം നമ്മൾ അത് തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കണ്ടുപിടിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലെത്തും, നമ്മുടെ കൺക്ലൂഷനിൽ. ദെൻ അതിനുശേഷം നമ്മുടെ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. അതാണ് ഹോൾ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളൊരു കാര്യത്തിന്റെ സാമ്യതകൾ വെച്ചിട്ട് എങ്ങനെയാണ് പഠിച്ചു പോകുന്നത് എന്നുള്ളത് ഓർത്താൽ മതി, അപ്പൊ കറക്റ്റ് കിട്ടും. ഇതൊക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതൊരു ഫാലസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഫാലസി ഇസ് കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്? നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏത് ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഗോഡ് എക്സിസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോഡ് എക്സിസ്റ്റ് സിൻസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. സ്ക്രിപ്ചേഴ്സിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. സിൻസ് ദ സ്ക്രിപ്ചേഴ്സ് ആർ ദ വേർഡ്സ് ഓഫ് ഗോഡ്. സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ്, അതുകൊണ്ട് തന്നെ ഗോഡ് ഉണ്ട് എന്നുള്ളത് ദൈവമാണ് എന്നാണ് പറയുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തീരുകയാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് അതിന്റെ ആ പാറ്റേൺ കിട്ടും. ഓക്കെ, ഫാലസീസ് പഠിക്കാൻ ഏറ്റവും നല്ലത് ആ ഒരു പെർട്ടിക്കുലർ ഫാലസി റിലേറ്റ് ചെയ്ത് വരുന്ന കീവേഡ് പഠിച്ചു വെക്കുക, അതിന്റെ ഒരു എക്സാമ്പിളും പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതെ, സർക്കുലർ. അത് തന്നെ, സർക്കുലർ ആയിട്ട് ഇങ്ങനെ പട്ടം കറങ്ങും. അപ്പൊ സർക്കുലറിന്റെ വേറൊരു പേര് ഇതിനകത്തുണ്ട്, അത് കണ്ടുപിടിച്ചാൽ കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാലസീസ് പൊതുവെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാനുള്ള ഒരു രീതി അതാണ്. നമുക്ക് അതിനകത്തൊരു കീ ടേം ഉണ്ടായിരിക്കും, എല്ലാത്തിന്റെയും ഡെഫിനേഷനകത്ത് ആ കീ ടേം പഠിച്ചു വെക്കുക. സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ടും പാരലലി നെറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും രണ്ടായിട്ട് പഠിച്ചു വെച്ചാലും അല്ലാണ്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും രണ്ടും കൂടെ തരാറില്ല, ഏതെങ്കിലും ഒരു ടേം ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ രണ്ട് പാരലലി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കുന്നതിന് മുന്നേ ഈ 4 ഫാലസീസ് ഏതൊക്കെയാണ്, അതിന്റെ ഉദ്ദേശം എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ഇത്, ഹേസ്റ്റി ജനറലൈസേഷൻ. അത് ആ പേര് പറയും പോലെ തന്നെ ഹേസ്റ്റി ആയിട്ട് ജനറലൈസ് ചെയ്യാം. നമ്മളൊരു എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പോലെ, നമ്മൾ ഡൽഹി പോയി, അവിടെ 2 ടാക്സിക്കാർ നമ്മളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറി. അതോടുകൂടി നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ ടാക്സി ഡ്രൈവർമാരും എന്താണ്, മോശക്കാരാണ്. ഇവിടെ നമുക്ക് വളരെ ഫ്യൂ ആയിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ അങ്ങോട്ട് കോമണൈസ് ചെയ്യണം അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യണം. സോ അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രം ഫ്യൂ എക്സാമ്പിൾസ്, ഞാൻ പറഞ്ഞ കീവേഡ്, ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കീവേഡ് ഇങ്ങനെയാണ്, ഫ്രം ഫ്യൂ എക്സാമ്പിൾസ് ടു സ്പീഡി ജനറലൈസേഷൻ അല്ലെങ്കിൽ ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പിന്നെ നമുക്ക് ചില ഫാലസീസ് അതിന്റെ പേര് വെച്ചിട്ട് തന്നെ കിട്ടും. സോ ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ വിത്ത് വെരി ലിറ്റിൽ എവിഡൻസ്, അതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, സർക്കുലർ റീസണിംഗും അതിന് പറയും, അല്ലെങ്കിൽ സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയാറുണ്ട്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം ദ കൺക്ലൂഷൻ ഇൻ ദ പ്രിമൈസ്. ആ തുടങ്ങുമ്പോൾ തന്നെ ഇത് എന്താണ് അതിന്റെ കൺക്ലൂഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാകും. യൂസ് ദ കൺക്ലൂഷൻ ടു പ്രൂവ് ഇറ്റ് സെൽഫ്. നമ്മൾ പറയാണ് ഒരു മരുന്ന് ഇത് നല്ല മരുന്നാണ്, കാരണം ഇത് നല്ല മരുന്നാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇത്. ദിസ് മെഡിസിൻ വർക്ക്സ്, ഇത് വർക്ക് ചെയ്യും കാരണം ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ശരിക്കും വർക്ക് ചെയ്യുന്ന കാര്യത്തിന് മാത്രമേ നമ്മൾ എഫക്റ്റീവ് എന്ന് പറയുള്ളൂ. എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുന്ന കാര്യം സെയിം ആണ്. നമ്മുടെ പ്രിമൈസിൽ തന്നെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കൺക്ലൂഷൻ തന്നെ അതിന്റെ പ്രിമൈസിനെ പ്രൂവ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് ബഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. നമുക്കിങ്ങനെ ഇതിൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ എന്താ ഇപ്പൊ പറഞ്ഞതെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ വരില്ലേ, അതാണ് ബഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കുലർ റീസണിങ് ആണ്, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ പോയിട്ട് നിൽക്കും. ഇനി അടുത്തത് റെഡ് ഹെറിംഗ് ആണ്. റെഡ് ഹെറിങ്ങിന്റെ കേസിൽ വരുമ്പം ഇറലവന്റ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ റിയൽ ഇഷ്യൂവിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പുതിയതായിട്ടുള്ള ഗേ മാരേജസിനെ കുറിച്ചിട്ടാണ് എങ്കിൽ നമ്മളുമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന് ചിലപ്പം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ എന്ത് പറയും,
ഇപ്പൊ സംസാരിക്കേണ്ടത് ഗേ മാരേജിനെ കുറിച്ചിട്ടല്ല, നമുക്ക് റെഫ്യൂജീസിനെ കുറിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഗേ മാരേജിനേക്കാൾ ഇമ്പോർട്ടന്റ് അതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടാം. റിയൽ ഇഷ്യൂവിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് വേറൊരു കേസ് കയറ്റി കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയാം, റെഡ് ഹെയറിംഗ് എന്ന് പറയാം. നമ്മൾ ആളുകളുമായിട്ട് ഡിബേറ്റിലൊക്കെ ഉൾപ്പെടുന്ന സമയത്ത് നമുക്ക് ഇത് എളുപ്പം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ രാത്രി ന്യൂസ് ചർച്ചയിലൊക്കെ കാണുമ്പോൾ എളുപ്പം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ റെഡ് ഹെയറിംഗ് എന്നൊക്കെ പറയുന്നത്. കാരണം അവിടെ അറിയാം മെയിൻ ടോപ്പിക്കിൽ നിന്നും വഴുതി മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ദെൻ സ്ലിപ്പറി സ്ലോപ്പ്, അതെ വിഷയം മാറ്റുക, അത് തന്നെ. ദെൻ സ്ലിപ്പറി സ്ലോപ്പ്. സ്ലിപ്പറി സ്ലോപ്പിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ട് എക്സഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇന്ന് അവൻ ബൈക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവൻ എയറോപ്ലെയിൻ വേണ്ടി വരും. ഇപ്പൊ ഇത് ഇത് ശരിക്കും നമുക്ക് വീടുകളിൽ കാണാൻ പറ്റും. കുട്ടികൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുമ്പോൾ പൊതുവെ പാരന്റ്സ് പറയും, അല്ലെങ്കിൽ പാരന്റ്സിന്റെ പാരന്റ്സ് പറയും, ഇന്ന് അത് സാധിപ്പിച്ചു കൊടുത്താൽ നാളെ എല്ലാ കാര്യത്തിനും വാശി പിടിക്കും കേട്ടോ. ചിലപ്പോൾ അത് ആ കുട്ടിക്ക് അപ്പത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിക്കുന്നതായിരിക്കും, പക്ഷെ അതിന്റെ ഒരു ജഡ്ജ്മെന്റ് വരുന്നത് ആ രീതിയിലായിരിക്കും. അപ്പൊ ഈ പറയുന്നത് പോലെ ഒരു ചെറിയ കാര്യത്തിൽ നിന്നും അതിനെ അങ്ങോട്ട് എക്സഗ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്ട്രീം റിസൾട്ട് എന്താന്നുള്ളത് അങ്ങോട്ട് പറയാം. അതിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ 4 ഫാലസി എന്തൊക്കെയാന്നുള്ളത് നോക്കി. ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ വളരെ ഫ്യൂ ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ജനറലൈസ് ചെയ്യാം. അതേപോലെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ കൺക്ലൂഷൻ അത് തന്നെയായിരിക്കും അതിന്റെ പ്രിമൈസ്. നമ്മളിങ്ങനെ വട്ടത്തിൽ കറങ്ങുക. ഇനി റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയം മാറ്റി വിടുക. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമായിരിക്കും, അതിന്റെ എക്സ്ട്രീം റിസൾട്ടിനെ കുറിച്ചിട്ട് അങ്ങോട്ടേക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുമ്പോൾ സ്ലിപ്പറി സ്ലോപ്പിൽ എത്തും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. ഇനി ഒന്ന് പറഞ്ഞേ, സ്ട്രോമ വരുന്നുണ്ട്, വെയിറ്റ്, ഇന്ന് കുറെ ഫാലസി പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് സ്ട്രോമ വരുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. ഇവിടെ പറഞ്ഞാൽ അവിടുത്തെ സസ്പെൻസ് പോവില്ലേ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താണ്? നിങ്ങളൊക്കെ ആൻസർ ചെയ്തതുപോലെ നമുക്ക് ഇവിടെ അറിയാം, ഗോഡ് എക്സിസ്റ്റ് ഇൻ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ സ്ക്രിപ്റ്റേഴ്സ്. സ്ക്രിപ്റ്റേഴ്സ് എഴുതിയ കാലം മുതലേ ഗോഡ് ഉണ്ട്. സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഗോഡിന്റെ വേർഡാണ്, അതുകൊണ്ട് തന്നെ അവരെഴുതിയതെല്ലാം ശരിയാണ്. ബേസിക്കലി എന്താണ്, തുടക്കവും ഒടുക്കവും സ്ക്രിപ്റ്റേഴ്സും എല്ലാം ഗോഡ് തന്നെ. അങ്ങനെ വട്ടത്തിലായില്ലേ? അതാണ് വരുന്നത്. സോ ബഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സർക്കുലർ ഫലസി അല്ലെങ്കിൽ സർക്കുലർ റീസണിങ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് അപ്പം ആൻസർ വരുന്നത്. ഇതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും അന്നത്തെ ട്രൂത്ത്ഫുൾ ടേബിളും ഫാൾസിറ്റി ടേബിളും നോക്കിയ ആളുകൾക്ക് എളുപ്പം കിട്ടും. ആൻസർ ചെയ്യൂ. ഇവിടെ ഒരേ സ്റ്റേറ്റ്മെന്റിന്റെ തന്നെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 വേർഷൻ തന്നിട്ടുണ്ട്. അതായത് എന്താണോ ആൻസർ വരിക അതിന്റെ 2 വേർഷൻ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാകും. സം ആനിമൽസ് ആർ നോട്ട് ബേർഡ്സും സം ബേർഡ്സ് ആർ നോട്ട് ആനിമൽസും ലോജിക്കലി ഇക്വിവാലന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇത് രണ്ടും. അപ്പൊ ഇവിടെ നമുക്ക് നോ ബേർഡ്സ് ഫാൾസ് ആവുന്ന സമയത്ത് ഏതാണ് ട്രൂ ആണ് എന്നാണ് കിട്ടേണ്ടത്. നിങ്ങൾക്ക് ടേബിൾ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം അറിയുന്നുണ്ടെങ്കിൽ കിട്ടും. എന്താണത്? അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? കോൺട്രഡിക്ടറി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടും. നോന്റെ കോൺട്രഡിക്ടറി ഏതാന്നുള്ളത് നോക്കിയാൽ മതി. ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം കൂടെ അറിയുന്നുണ്ടെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. നോന്റെ കോൺട്രഡിക്ടറി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അതിനു മുമ്പ് ഞാൻ അന്നത്തെ അതെ നോന്റെ കോൺട്രഡിക്ടറി സം ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തന്നതിൽ ലോജിക്കലി ഇക്വാലന്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സം ആനിമൽസ് ആർ ബേർഡ്സും സം ബേർഡ്സ് ആർ ആനിമൽസും ലോജിക്കലി ഇക്വാലന്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്നത് നോ ഫോൾസ് ആണ് എന്നാണ്. നോ ഫോൾസ് ആണ് എങ്കിൽ അതിന്റെ കോൺട്രഡിക്ടറി അപ്പൊ തന്നെ ട്രൂ ആകും. സോ ഇവിടെ ഏത് ട്രൂ ആയിരിക്കും? 2 സമ്മും ട്രൂ ആയിരിക്കും. ലോജിക്കലി ഇക്വാലന്റ് ആയതുകൊണ്ടാണ് നമുക്ക് രണ്ടും എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലോജിക്കലി ഇക്വാലന്റ് എങ്ങനെയാണ് നോക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സം ആനിമൽസ് ആർ ബേർഡ്സ് എന്ന് പറഞ്ഞാലും സം ബേർഡ്സ് ആർ ആനിമൽസ് എന്ന് പറഞ്ഞാലും ബൈ മീനിങ് അത് രണ്ടും ശരിയാണ്. ഒന്നിന്റെ കൺവേർഷൻ ആണ് മറ്റേത് കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് അന്ന് പറഞ്ഞ ടേബിള്. ഇവിടെ നമ്മളോട് പറഞ്ഞത് നോ ഫോൾസ് ആണ് എന്നാണ്. നോ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഈ ഫോൾസ് ആകുന്ന കേസിൽ എയും ഓയും അൺഡിറ്റർമൈൻഡ് ആയിരിക്കും. പിന്നെ ഇവിടെ ട്രൂ ആകാൻ പോസിബിലിറ്റി ഉള്ള ഒരേ ഒരു ഐറ്റം സം ആണ്. അങ്ങനെ നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് കോൺട്രഡിക്ടറി കിട്ടിയില്ലെങ്കിൽ ഈ ടേബിൾ വരച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓളിന്റെ കേസിലും സം നോട്ടിന്റെ കേസിലും ഈ ടേബിൾ ഇങ്ങനെ പഠിക്കാനും പ്രശ്നമുണ്ടോ? ലോജിക്കൽ ഇക്വാലന്റ് വെച്ച് കണ്ടുപിടിക്കേണ്ട. ലോജിക്കൽ ഇക്വാലന്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻ തന്നത് കൊണ്ടാണ് ഞാനത് പിന്നെ അവിടെ അങ്ങനെ പറഞ്ഞത്. ലോജിക്കൽ ഇക്വാലന്റ് വെച്ചിട്ട് ഇതിന് ആൻസർ കിട്ടില്ല. ഇതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ടേബിൾ തന്നെ അറിയണം, അല്ലെങ്കിൽ കോൺട്രഡി കോൺട്രാപോസിഷൻ അതറിയണം.
അൺഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ എ ട്രൂവും ആകാം ഫോൾസും ആകാം. അതാണ് അൺഡിറ്റർമൈൻഡ്. അൺഡിറ്റർമൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റ്ലി ഇന്നതാണ് ശരിയാണ് തെറ്റല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഇത് രണ്ടും സെയിം ടേബിളാണ്. നിങ്ങൾ അവിടെ പഠിച്ച സെയിം ടേബിൾ തന്നെയാണിത്. ഞാൻ പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു പാറ്റേൺ വൈസിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാന്ന് മാത്രം. ഇതിന് ഇപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ ടേബിളിലേക്ക് പോകുന്നതിനേക്കാൾ സുഖം കോൺട്രഡിക്ടറി ഏതാന്ന് ആലോചിക്കുക, നേരെ ആൻസർ എടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് പരിപാടി കഴിയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ബി ആണ് വരിക, സി ആൻഡ് ഡി. കാരണം സം ആനിമൽസ് ആർ ബേർഡ്സ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോന്റെ നേരെ കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത് സമ്മ. സോ സമ്മുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ട്രൂ ആയിട്ട് ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. സോ അത് ഏതൊക്കെയാ നോക്കുക. ഇവിടെ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും ലോജിക്കലി ഇക്വാലന്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ രണ്ട് സ്റ്റേറ്റ്മെന്റും എടുക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെയാണ് സബ് കോൺട്രറി എന്നാണ് ക്വസ്റ്റ്യൻ. നേരിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാ. ആകെ രണ്ട് എലമെന്റ് അല്ലേ സബ് കോൺട്രറീസ് ആയിട്ടുള്ളൂ. അത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് സബ് കോൺട്രറി? ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് സബ് കോൺട്രറീസ്? അതെ, ഐയും ഓയും ആണ് സബ് കോൺട്രറി. സമ്മ് സംനോട്ട്, വെരി ഗുഡ്. അത് തന്നെ. ഇതിൽ ആ സമ്മ് സംനോട്ടും അല്ലെങ്കിൽ ഐയും ഓയും തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് നോക്കിയാൽ മതി. അത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? ഇതിനകത്ത് രണ്ട് സാധനങ്ങളേ ഉള്ളൂ അല്ലെ. ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നാൽ സുഖമായിട്ട് കണ്ടുപിടിക്കാം. തുടക്കം മാത്രം നോക്കിയാൽ മതി. വെരി ഗുഡ്. അത് തന്നെ. സബ് കോൺട്രറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മും സംനോട്ടും ആണ്. സോ അത് തന്നെയാണ് ആൻസർ വരിക. ഇതാണ് ആ ടേബിള്. നമുക്ക് റിവിഷൻ മോഡിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓളും നോയും വരുന്ന സമയത്ത് കോൺട്രറീസ് ആണ്. സമ്മും സംനോട്ടും വരുന്ന സമയത്ത് സബ് കോൺട്രറീസ് ആയിരിക്കും. എയും ഐയും സബോൾട്ടൺ ആണ്. അതായത് ഓളും സമ്മും സബോൾട്ടൺ ആണ്. അതേപോലെ നോയും സംനോട്ടും സബാൾട്ടൺ ആണ്. അതേപോലെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കോൺട്രഡിക്ടറി ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഓളും സംനോട്ടും കോൺട്രഡിക്ടറി ആണ്. സമ്മും നോയും സമ്മും എന്താണ്? കോൺട്രഡിക്ടറി ആണ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാലും നേരത്തെ നമ്മൾ പറഞ്ഞ ഒന്ന് ട്രൂ ആകുമ്പോൾ മറ്റേതിന് എന്ത് സംഭവിക്കും എന്നുള്ളത് അത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ഇതൊക്കെ വെരി സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോണത് കേട്ടോ. ആ പറ്റും. ആ മേലെ കാണിച്ച ടേബിൾ വെച്ച് നോക്കാൻ പറ്റും. ഇത് വെച്ച് നോക്കാൻ പറ്റും. ആ ടേബിൾ വെച്ച് നോക്കാം, ഈ ടേബിൾ വെച്ച് നോക്കാം. നിങ്ങൾക്ക് ഏതാണോ മെമ്മറിയിൽ കൂടുതൽ നിൽക്കുന്നത്, ഏതാണോ മെമ്മറി നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത്, അത് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഓരോരുത്തരെയും മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരും പഠിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ആ, സൂപ്പർ അൾട്ടേൺ എന്ന് എവിടെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിൽ വലിയൊരു ഐഡിയ എനിക്കില്ല കേട്ടോ. സൂപ്പർ അൾട്ടേൺ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ അൾട്ടേൺ അങ്ങനെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതിൽ വലിയ ധാരണ എനിക്കില്ല. നമ്മൾ കൂടുതലും കാണാറുള്ള ടേം സബാൾട്ടേൺ എന്നാണ്. ഈവൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും സബാൾട്ടേൺ തന്നെയാണ് കാണാറുള്ളത്. സോ ആ ടേം തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ടേബിൾ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതല്ലാത്തൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടേബിളാണ് മറ്റേത്. അവിടെ നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങളെ പരസ്പരം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പറയണേ. സബാൾട്ടേണിന്റെ സൂപ്പർ അൾട്ടേൺ ഓപ്പോസിറ്റ്. ഓക്കെ, വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ സൂപ്പർ അൾട്ടേണിൽ. അപ്പൊ ഞാൻ പിന്നെ വെറുതെ അത് പറഞ്ഞു തന്നിട്ട് നമ്മൾ ആ കാണുന്ന ടേബിളിനെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയതാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങളുടെ എഫക്ട് നിങ്ങൾക്ക് ഇവിടെ ഇത് മാത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ എന്ന് പറയുന്നതിന്റെ കോൺട്രഡിക്ടറി ആണ് ഏത്? സമ്മ്. അപ്പൊ ഈ ട്രൂ ആകുന്ന കേസിൽ സമ്മ് ഫോൾസ് ആവുന്നുണ്ടോ? എന്ന് വെച്ചാൽ താഴെ നമ്മൾ കണ്ട സെയിം സാധനം തന്നെ ഇവിടെ നേരെ എന്താക്കി കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മെമ്മറിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഫീഡ് ചെയ്ത് വെക്കാം. ഡയഗ്രത്തിൽ അൺഡിറ്റർമൈൻഡ് വരുന്നതോ? ഡയഗ്രത്തിൽ നമുക്ക് അൺഡിറ്റർമൈൻഡ് വരുന്നത് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ടേബിൾ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഈ സൂപ്പർ അൾട്ടേണിന്റെ കേസ് എനിക്ക് അറിയില്ല. മേ ബി ഇനി അടുത്ത ലോജിക്കൽ റീസണിങ് ഞാനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ പറയാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിൽ സൂപ്പർ അൾട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പറ്റും. ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് സബാൾട്ടേൺ എന്നാണ്. ആ ടേമാണ് ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ സൂപ്പർ അൾട്ടേൺ ഇംപ്ലിക്കേഷൻ ആ രീതിയിലൊക്കെ കാണാറുണ്ട്. സൂപ്പർ ഇംപ്ലിക്കേഷൻ അൾട്ടേൺ ആ രീതിയിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം വാലിഡ് ആണ് ആ പറയുന്ന ടേം എന്നുള്ളത് അറിയില്ല. സോ അത് നമുക്കൊന്ന് അതിന്റെ ഒരു കറക്റ്റ് കാര്യം നോക്കിയതിന് ശേഷം നമുക്കത് പറയാം കേട്ടോ. അൺഡിറ്റർമൈൻഡ് ആൻസറിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തരും. ഇപ്പം ഇഫ് ഓർ
അൺഡിറ്റർമൈൻഡ് പൊതുവെ കാണലില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത ഒരാളാട്ടോ, അതുകൊണ്ട് പറയാണ് അൺഡിറ്റർമൈൻഡ് അധികം കാണാറില്ല. ഇനി അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, നോ ബേർഡ്സ് ആർ ആനിമൽസ് ഗിവൺ ആസ് ഫാൾസ്, അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്താകും എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സം ആനിമൽസ് ആർ നോട്ട് ബേർഡ് ഇസ് ട്രൂ, സം ബേർഡ്സ് ആർ നോട്ട് ആനിമൽസ് ഇസ് ഫാൾസ്, സം ആനിമൽസ് ആർ ബേർഡ്സ് ആർ അൺഡിറ്റർമൈൻഡ്, അങ്ങനെ ഉണ്ടാകും. അപ്പൊ നമുക്ക് അൺഡിറ്റർമൈൻഡ് ആണോ എന്നുള്ളത് അറിയണം. ക്ലിയർ? അൺഡിറ്റർമൈൻഡ് ചോദിക്കുന്ന സമയത്ത് അധികവും സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ഉണ്ടാവുക. താഴെ അതായത് ഇവിടെ തന്നിരിക്കുന്ന സാധനം ഫോൾസ് ആണെങ്കിൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന് എന്ത് സംഭവിക്കും, എന്നിട്ട് അതിന്റെ കൂടെ ഉണ്ടാകും ഈസ് ട്രൂ, ഇത് ട്രൂ ആയിരിക്കും. അതുപോലെ ഈസ് ഫാൾസ്, അങ്ങനെയാണെങ്കിൽ ഇത് ഫാൾസ് ആയിരിക്കും. അതുപോലെ അങ്ങനെയാണ് എങ്കിൽ ഇത് അൺഡിറ്റർമൈൻഡ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കും. ഇങ്ങനെ തരും. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിക്കും വരുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയായിരിക്കും എന്നായിരിക്കും നമുക്ക് എടുക്കാൻ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമുക്ക് അൺഡിറ്റർമൈൻഡ് വരുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ അൺഡിറ്റർമൈൻഡ് എടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അധികവും നമുക്ക് ചോദിക്കാറുള്ളത് ഈ ടൈപ്പിൽ തന്നെയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഈ സൂപ്പർ അൾട്ടറിന്റെ കേസ് എനിക്ക് വലിയ ധാരണയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ നോ കമന്റ്സ്. നിങ്ങൾക്ക് അറിയുന്നവർക്ക് അവിടെ ചർച്ച ചെയ്യാം, അറിയുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എനിക്കറിയാത്തത് കൊണ്ടും ഞാൻ അധികം നോക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാ അഭിപ്രായം പറയാത്തത്. ഇനി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. The fallacy where the conclusion does not logically follow from the premises is called premise ഫോളോ ചെയ്യാത്ത കൺക്ലൂഷൻ ഉള്ള ലോജിക്കൽ, അത്തരത്തിലുള്ള ലോജിക്കൽ റീസണിങ്ങിനെ എന്ത് പറയും? പ്രിമൈസ് കൺക്ലൂഷൻ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു ഫോർമൽ ഫലസിയാണ്. ഈ കൂടുതൽ ഫോർമൽ ഫലസി ഏതാന്ന് നോക്കിയാൽ കുറച്ചും കൂടി എളുപ്പം കിട്ടും. where the conclusion does not logically follow the premise. ആരോ നേരത്തെ സ്ട്രോമാൻ ചോദിച്ചില്ലേ, ഇപ്പൊ നമ്മൾ പറയൂ കേട്ടോ സ്ട്രോമാൻ എന്താന്ന്. ഓക്കെ ഓക്കെ, കുറെ ആളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്, നമ്മ നോക്കാം. അപ്പം ആഡ് ഹോമിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റാക്കിംഗ് ദ പേഴ്സൺ ആണ്. നമ്മള് അയാൾ പറയുന്ന കാര്യം എന്താണെന്നൊന്നും നോക്കുന്നില്ല, അയാൾ അങ്ങോട്ട് ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, താറടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോഴാണ് ആഡ് ഹോമിനം വരിക. അപ്പം അയാൾ പറയണൊന്നും കേൾക്കണ്ട, അയാൾ ഗ്രാജുവേറ്റ് ഒന്നുമല്ല, ആ രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ചുക്കും അറിയില്ല എന്നൊക്കെ പറയും. അപ്പൊ അയാൾക്ക് ചുക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. അത്തരത്തിൽ നമ്മൾ അത് പറയുന്ന ആളുടെ ആർഗ്യുമെന്റിനോട് തിരിച്ചൊന്നും പറയാനില്ലാത്ത സാഹചര്യത്തിലൊക്കെയാണ് അധികം ഇത് യൂസ് ചെയ്യുക. അതെ, ഏകദേശം അത് തന്നെ. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. സിംപിളി ഇത്രയേ ഉള്ളൂ. നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോൾ, ഇനി ആരാണെങ്കിലും ഒരാളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കാണ്ട് അയാൾ അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുക പേഴ്സണലി, അവിടെയാണ് അഡ്ഹോമിനം എന്നുള്ളത് വരുന്നത്. ഇനി അടുത്തത് സ്ട്രോമാൻ ഫലസിയാണ്. സ്ട്രോമാൻ ഫലസി എന്ന് പറഞ്ഞാൽ മിസ്റെപ്രസെന്റിംഗ് ദ ഓപ്പണൻസ് ആർഗ്യുമെന്റ് ടു അറ്റാക്ക് എ വീക്കർ വേർഷൻ. നമ്മള് ഓപ്പോണന്റിന്റെ ആർഗ്യുമെന്റിനെ മിസ്റെപ്രസെന്റ് ചെയ്യുക, എന്നിട്ട് അതൊരു അയാളുടെ ഒരു വീക്കർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അയാളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയാം നമുക്ക്. ഇതിന് എക്സാമ്പിൾ പറയുന്നത് യു വാണ്ട് ബെറ്റർ ഹെൽത്ത് കെയർ, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഹെൽത്ത് കെയർ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇനി മുതൽ എന്താക്കണ്ട, അപ്പൊ നിങ്ങൾക്ക് ഡിഫൻസിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഡിഫൻസ് വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യയുടെ ബജറ്റിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച വന്നു എന്ന് വിചാരിക്കുക. അപ്പം ഈ ബജറ്റ് മോശമാണ് എന്ന് പറയുന്ന ആള് പറയാണ്, ഇതിൽ നിങ്ങൾ പിന്നെ ബജറ്റിനകത്ത് നിങ്ങൾ വലിയൊരു ഭാഗം വിനിയോഗിച്ചിരിക്കുന്നത് മിലിറ്ററി സർവീസസിന് വേണ്ടിയിട്ടാണ്, ബേസിക്കലി നിങ്ങൾ കുറെ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ബജറ്റിന്റെ വലിയൊരു പോർഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഹെൽത്ത് കെയറിനോ അഗ്രികൾച്ചറിനോ എഡ്യൂക്കേഷനോ ഒന്നും കാര്യമായി മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുന്നു. ഉടനെ അപ്പുറത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആള്, ബജറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ചോദിക്കുകയാണ്, അതെന്ത് വർത്താനാണ് നിങ്ങളാ പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഹെൽത്ത് കെയർ മാത്രം മതിയോ, എഡ്യൂക്കേഷൻ മാത്രം മതിയോ, രാജ്യസംരക്ഷണം വേണ്ടാന്നാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരിക. ബേസിക്കലി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലും കൂടെ ബജറ്റ് വിനിയോഗിക്കണം എന്നുള്ള ആർഗ്യുമെന്റിനെ ഇവരെന്താക്കി, നേരെ തിരിച്ച് നിങ്ങൾ ഡിഫൻസിനൊന്നും വേണ്ട എന്നാണ് പറയുന്നത് എന്നുള്ള രീതിയിലേക്കാക്കി. അത്തരത്തിൽ വരുമ്പോഴാണ് സ്ട്രോമാൻ ഫലസി എന്ന് പറയാം. ഈ പറയുന്നത് പോലെ മിസ്റെപ്രസെന്റിങ്, അതായത് ആ ഒപ്പോണന്റിന്റെ ആർഗ്യുമെന്റിനെ മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു വീക്കർ വേർഷനിൽ അതിനെ അറ്റാക്ക് ചെയ്യുക. നമുക്കൊന്നും പറയാനില്ലാണ്ടാവുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഈ സ്ട്രോമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ തന്നെ പറഞ്ഞ ഒരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അയാൾക്കെതിരെ ഉപയോഗിക്കുക. അതാണ് സ്ട്രോമാനിൽ വരിക. റെഡ് ഹെറിംഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് ഹെറിംഗിന്റെ കേസിൽ നമ്മൾ ഇതല്ലല്ലോ പറഞ്ഞത്, വിഷയം മാറ്റി വിടുന്നതിനാ പറഞ്ഞത്. ഇവിടെ വിഷയം മാറ്റിയല്ല, അവര് പറഞ്ഞ കാര്യത്തിന് തന്നെ വളച്ചൊടിക്കുകയാണ് ചെയ്യുക. ഇനി നോൺ സെക്യൂറ്റർ എന്ന് പറയുമ്പോൾ എന്താ വരിക, കൺക്ലൂഷൻ
ഇതിലാണോ മിസ്റെപ്രസെന്റിങ് ആർഗ്യുമെന്റ് എന്ന് പിന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരാളുടെ ആർഗ്യുമെന്റിനെ മിസ്റെപ്രസെന്റ് ചെയ്യാം. മിസ്റെപ്രസെന്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ വീക്കർ സെക്ഷൻ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുക. മിസ്റെപ്രസെന്റേഷൻ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇവിടെ നോൺ സെക്യൂട്ടറിന്റെ കേസിൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ ഡസ് നോട്ട് ഫോളോ ദ പ്രിമൈസ്. എന്താണോ നമ്മൾ കൺക്ലൂഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രിമൈസിനെ ഫോളോ ചെയ്യാണ്ടിരിക്കുക. ആള് നന്നായിട്ട് ഡാൻസ് ചെയ്യും, അതുകൊണ്ട് ആളൊരു അടിപൊളി മാത്സ് ടീച്ചർ ആകുമെന്ന് പറയാം. ഒരു ബേസ് ഇല്ലാണ്ട് പറയാറില്ലേ, അത് തന്നെ. അപ്പം ആ കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യും, അതുകൊണ്ട് ആള് നല്ലൊരു മാത്സ് ടീച്ചർ ആകും. അപ്പൊ ഇവിടെ ശരിക്കും ബേസിക്കലി ഡാൻസും മാത്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ്, ആള് നല്ല പോലെ ഡാൻസ് ചെയ്യും, അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ ഒരു നല്ല കലാകാരിയായി മാറും, അല്ലെങ്കിൽ ഭാവിയിൽ സിനിമയിൽ ചാൻസ് കിട്ടും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ആള് നല്ലൊരു ഡാൻസറാണ്, അതുകൊണ്ട് നല്ലൊരു മാത്തമാറ്റീഷ്യൻ ആയി മാറും എന്ന് പറയുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഇല്ലല്ലോ. അപ്പൊ അതാണ് പ്രിമൈസ് കൺക്ലൂഷൻ തമ്മിലൊരു കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നില്ല. സോ അതാണ് നോൺ സെക്യൂട്ടറിൽ വരിക. ദെൻ റെഡ് ഹെറിംഗ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇറലവന്റ് ഇഷ്യൂ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ആ ഒരു വിഷയം മാറ്റി വിടുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. വെൻ വാസ്ക് ഇപ്പോ എന്തിനാണ് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ സ്ട്രെസ്സിന്റെ ലെവലിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറയാം, തിരിച്ചു പറയാം. അപ്പം കോപ്പി അടിച്ചതാണ് വിഷയം, പക്ഷെ ഇവിടെ എന്താക്കി, ആ മറുപടി കൊടുത്ത ആൾ നേരെ അത് തിരിച്ചിട്ട് സ്റ്റുഡൻസിന്റെ സ്ട്രെസ് ലൈഫിനെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി. വിഷയം മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ സ്ട്രോമാനും റെഡ് ഹെറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? സ്ട്രോമാൻ ഒന്നുമില്ല, നമ്മൾ തന്നെ പറഞ്ഞൊരു കാര്യത്തിനെ വളച്ചൊടിക്കുക. ഇപ്പം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, ആള് നന്നായിട്ട് ഡാൻസ് ചെയ്യുമെന്ന് പറയാം. എന്നിട്ട് ഞാൻ തന്നെ നിങ്ങളോട് പറയാണ് ആള് നന്നായിട്ട് അല്ല, അത് നോൺ സെക്യൂട്ടറിന്റെ കേസിലാട്ടോ, സോറി. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേപ്പർ 1-നാണെന്ന് പറയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, പേപ്പർ 1-ൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഉടനെ നിങ്ങൾ ഒരാൾ ചോദിക്കാണ് അതെന്താണ് അങ്ങനെ, അപ്പൊ പേപ്പർ 2 തീരെ പഠിക്കേണ്ടതാണോ മിസ് പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ 2-ന് മാത്രം ഫോക്കസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പേപ്പർ 1-നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പേപ്പർ 2 ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ കേൾക്കുന്ന ആൾ എന്ത് പറയാണ്, ഞങ്ങളോട് ഇങ്ങനെ മാം പറഞ്ഞിട്ടുണ്ട് പേപ്പർ 2 ഇനി മുതൽ നോക്കണ്ട, പേപ്പർ 1 മാത്രം നോക്കിയാൽ മതി എന്ന് പറയണം. ഇവിടെ ഒരു വളച്ചൊടിക്കൽ ഉണ്ടായിട്ടില്ലേ? ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ അത് മീൻ ചെയ്തിട്ടില്ല. നിങ്ങളൊരു ഫോക്കസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഇതിലേക്ക് വരണമെന്നേ പറയുന്നുള്ളൂ, മറ്റേത് പഠിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതിന് ഏത് രീതിയിൽ എടുത്തു, പഠിക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ എടുത്തു. ക്ലിയർ ആയോ? അതെ, ഇൻക്രീസ് പൊല്യൂഷൻ ആൻഡ് ഇൻക്രീസ് പോപ്പുലേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, കൺക്ലൂഷനും പ്രിമൈസും തമ്മിൽ ഒരു ബന്ധമില്ലാത്തത് ഏത് ഫാലസിയിലാണ് എന്നാണ്. അത് ഏതിലാണ്? നമ്മളിപ്പോ പറഞ്ഞ നോൺ സെക്യൂട്ടറിലാണ് കേട്ടോ. ഓക്കെ അല്ലേ? കുറെ ആളൊക്കെ ആൻസർ ചെയ്ത് സെയിം തന്നെ, നോൺ സെക്യൂട്ടർ. അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും തന്നെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സെയിം തന്നെ, ജസ്റ്റ് എന്താക്കാനാ തന്നിരിക്കുന്നത്, മാച്ച് ചെയ്യാനാ തന്നിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞത് വെച്ചത് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. വീണ്ടും ഫലസി ആൻസർ ചെയ്യൂ, വായിച്ചില്ല. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞ എല്ലാ ഫലസീനകത്തുണ്ട്. ഫാൾസ്കോസ് ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ പറഞ്ഞു. അഡ്ഹോമിനം പറഞ്ഞു, സ്ട്രോമാൻ പറഞ്ഞു, റെഡ് ഹെറിംഗ് പറഞ്ഞു. അഡ്ഹോമിനം എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അയാളെ എന്താണ് കാര്യം എന്നൊന്നും നോക്കണില്ല, അത് പറഞ്ഞ ആളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണം. ഈ പണ്ടേ ഇങ്ങനെ തന്നെ, അല്ലെങ്കിലും എന്നോട് വർത്താനം പറയാൻ പറ്റില്ല, ആ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ. ആളെന്താ പറഞ്ഞത് എന്നുള്ളതല്ല, ആളെ വ്യക്തിഹത്യ ചെയ്യാം. അതാണ് അഡ്ഹോമിനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രോമാൻ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഒരാളുടെ ആർഗ്യുമെന്റിനെ മിസ്റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ വളച്ചൊടിക്കുക എന്നുള്ളതാണ് സ്ട്രോമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡ് ഹെറിംഗ് വിഷയം മാറ്റിവിടുക. ഇനി ഫാൾസ്കോസ് മാത്രമേ ഇതിൽ കിട്ടണ്ടുള്ളൂ. നമ്മൾ ഇതിൽ ഏതാ പറയാത്തത് നോക്കിക്കഴിഞ്ഞാൽ ഫാൾസ്കോസ് നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫാൾസ്കോസ് മാത്രം എന്താ നോക്കാം. ബാക്കിയൊക്കെ ഇപ്പൊ ഞാൻ ഒരു വട്ടം പറഞ്ഞതാണല്ലോ. ഫാൾസ്കോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അസ്യൂമിങ് വൺ ഇവന്റ് കോസ്ഡ് അനദർ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ് ഏർലിയർ. അതിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പറയാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അങ്ങനെ സംഭവിച്ചതാണ് എന്ന് വെച്ചാൽ അവിടെ ഒരു റിയൽ ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. ഞാൻ അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഞാൻ ആ പുതിയ ഷൂസ് ഇട്ടിട്ടാണ് അന്ന് എക്സാമിന് പോയത്, അപ്പൊ അതുകൊണ്ട് അന്ന് എനിക്ക് കുറച്ച് അധികം മാർക്ക് കിട്ടി, അതിന് കാരണം ആ ഷൂസ് ആണ്, അല്ലെങ്കിൽ ആ ഷൂസ് കാരണമാണ് എനിക്ക് കിട്ടിയത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മിത്തുകളിൽ വിശ്വാസം ഉണ്ടാവുമല്ലോ. ചിലർ പറയും ഒറ്റമൈനെ കണ്ടാൽ തല്ല് കിട്ടും എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് സാധനം തന്നെ. തല്ല് കിട്ടിയത് വേറെ കാരണത്തിനായിരിക്കും, പക്ഷെ ആ സാധനം, ആ കാരണം നമ്മൾ എവിടെ കൊണ്ടുവെക്കും? ഒറ്റമൈനന്റെ തലയിൽ കൊണ്ടുവെക്കും. അതിനെയാണ് ഫാൾസ്കോസ് ഫാലസി എന്ന് പറയാം.
അപ്പൊ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു വാലിഡ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനങ്ങോട്ട് കണക്ട് ചെയ്യും. അതാണ് ആഫ്റ്റർ ഐ സ്റ്റാർട്ടഡ് വിയറിംഗ് മൈ ന്യൂ ഷൂസ്, ഞാൻ എന്റെ പുതിയ ഷൂസ് ഇടാൻ തുടങ്ങിയതിന് ശേഷം എന്റെ സ്കോർ ഇംപ്രൂവ് ആയി. അപ്പൊ ഞാൻ ലക്കിയാണ്. സംഭവം നമുക്ക് വെറുതെ ഒരു ഫാൾസ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് സ്കോർ ഇംപ്രൂവ് ആകുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഫാൾസ് ആയിട്ടുള്ള ഒരു കോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വരുന്നത്. ഇത് മനസ്സിലായോ ഫാൾസ് കോസ് ഫാലസി എന്താന്നുള്ളത്? ബാഡ് റീസൺ, ഏകദേശം ബാഡ് റീസൺ പോലെ തന്നെ. ഫാൾസ് കോസ് വേറെ തന്നെയാണ് കേട്ടോ. ഇത് ഈ അതന്നെ ഇവിടെ എന്താന്ന് വെച്ചാല്, ഇവിടെ നിങ്ങൾ ഫാലസി പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കളിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ഫാലസിക്ക് എനിക്ക് നമുക്കൊരു സൗകര്യം ചെയ്തു തരലുണ്ട്. ഏകദേശം ഈ ഓവർലാപ്പ് ചെയ്യണ കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ഒന്നിച്ച് തരാറില്ല. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പാകത്തിനെ തരലുള്ളൂ. നമുക്ക് അങ്ങനെ ആൻസർ പിക്ക് ചെയ്യാം. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അതിന് ആഫ്റ്റർ ദിസ് ദെയർ ഫോർ ബിക്കോസ് ഓഫ് ദിസ്, പ്രത്യേകിച്ച് അവർ തമ്മിൽ റിലേഷൻ ഒന്നും ഉണ്ടാവില്ല, വെറുതെ അങ്ങോട്ട് വിചാരിക്കുക, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞതുപോലെ ബി തന്നെയാണ് വരിക. അഡ്ഹോമിനം, അറ്റാക്കിംഗ് ദ പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂ. സ്ട്രോമാൻ, misrepresenting someone's argument. False cause, mistaking correlation for causation. Then red herring, diverting attention to another issue. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഫിഗർ ആണ്. ഫിഗർ വരയ്ക്കാൻ അറിയുന്ന ആളുകൾ ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യും. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഫിഗറിൽ മിഡിൽ ടേം എവിടെ വരും, സെക്കൻഡ് ഫിഗറിൽ മിഡിൽ ടേം എവിടെ വരും, തേർഡ് ടേമിൽ എവിടെ വരും, ഫോർത്ത് ടേമിൽ എവിടെ വരും, ഇതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആ ഒരു ഫിഗറിന്റെ സ്ട്രക്ചർ അറിയുമ്പോൾ എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിഡിൽ ടേം ഏത് പോയിന്റിൽ വരും എന്നുള്ളത് കണ്ടുപിടിച്ചാണ്. സ്ക്രീൻ അറിയില്ല ശബല, ഐ തിങ്ക് സ്ക്രീൻ മാറിയിട്ടുണ്ട്, അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, കാരണം ഇവിടെയും ക്യാൻസർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫിഗറിന്റെ സ്ട്രക്ചർ എന്നുള്ളത് നോക്കാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അറിയുന്ന ആൾക്കാർക്ക് ബോറടിക്കും, എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്. ഇപ്പൊ ഫിഗറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരിക. കോളർ ബോണിന്റെ പോലെ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോ ഈ ലൈൻ വരുന്നിടത്താണ് മിഡിൽ ടേം വരിക എന്നുള്ളത്. കോളർ മിഡിൽ ടേം വരിക എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ ലൈനിൽ ഫുള്ള് പ്രെഡിക്കേറ്റ് ആയിരിക്കും, രണ്ടാമത്തെ ലൈനിൽ ഫുള്ള് സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾ മിഡിൽ ടേം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മേലത്തെ ലൈനിൽ വരുന്ന ഗ്യാപ്പിലൊക്കെ പി ഇട്ട് കൊടുക്കുക. മിഡിൽ ടേം ഇട്ട് കഴിഞ്ഞാൽ താഴത്തെ വരുന്ന ഗ്യാപ്പിലൊക്കെ എസ് ഇട്ട് കൊടുക്കുക. അതന്നെ, അത്രേ ഉള്ളൂ ഫിഗറിൽ പറയാനുള്ളത്. സിമ്പിൾ അല്ലേ? ഇതാണ് ഫിഗറിന്റെ സ്ട്രക്ചർ വരിക. അപ്പോ ഇവിടെ ക്വസ്റ്റ്യനില് എങ്ങനെ വരും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് കോളർ ഇതാ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇങ്ങനെ അല്ലെ. അപ്പൊ ഫസ്റ്റ് ഫിഗറിൽ ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം മിഡിൽ ടേം വരണം, താഴെ രണ്ടാമത് മിഡിൽ ടേം വരണം, ഇവിടെ പ്രെഡിക്കേറ്റ് വരും, ഇവിടെ സബ്ജക്റ്റ് വരും. അപ്പം എം പി എസ് എം, അപ്പൊ തന്നെ നമുക്ക് കിട്ടും A1 ആണ്. A1 ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ആണ് അവിടെ ഉള്ളത്, അതവിടെ വെച്ചേക്കാം. ഇനി അടുത്ത ലൈൻ വരച്ചു വെക്കുക. അപ്പൊ ഫിഗർ 1 കിട്ടി. ഇനി നമുക്ക് ഫിഗർ 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ലൈൻ വരിക. സോ ഇവിടെയും മിഡിൽ ടേം വരണം, ഇവിടെയും മിഡിൽ ടേം വരണം. ഇതിന്റെ രണ്ടിനെയും ഫ്രണ്ടിലായിട്ടാണ് ബാക്കി രണ്ട് സാധനം വേണ്ടത്. ഇവിടെ പി വരും, ഇവിടെ എസ് വരും. സോ പി എം എസ് എം അതെവിടെ വരും, രണ്ടാമത്തതിൽ വരും. സോ സെക്കൻഡ് ഫിഗർ 2 തന്നെ കിട്ടും. B2 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി 3യും കൂടെ വരച്ചു നോക്കാം. 3 വരുന്ന സമയത്ത് ആദ്യമാണ് മിഡിൽ ടേമിന്റെ സെക്ഷൻ വരിക. സോ രണ്ട് മിഡിൽ ടേം ഞാൻ പറഞ്ഞു, മേലത്തെ ലൈനിൽ ഫുള്ള് പി ആയിരിക്കും, താഴത്തെ ലൈനിൽ ഫുള്ള് എസ് ആയിരിക്കും. സോ ഇങ്ങനെ വരുന്ന സമയത്ത് എം പി എം എസ് എവിടെ വരണേ, ഇതിലാണ് വരുന്നത്. സോ ഫിഗർ 3 ഇത് വരും. ഫിഗർ 4 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്ന് പറയുമ്പോൾ രണ്ടിലും ആദ്യത്തതിൽ പ്രെഡിക്കേറ്റ് ആയിട്ടും രണ്ടാമതും തിരിച്ചു വരണ്ടേ. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ആദ്യത്തതിൽ പി എം ദെൻ എം എസ്, ഇപ്പോഴല്ലേ കോളർ ബോൺ ഇങ്ങനെ ചെരിഞ്ഞു വെക്കോളൂ, അങ്ങനെ വരും. ഇത് മനസ്സിലായോ? അപ്പൊ പി എം എം എസ് എന്ന് പറയുന്നത് എവിടെ വരിക, ഫോർത്ത് ഫിഗറിൽ. ഇതങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ ആ കോളർ വരക്കാൻ പഠിച്ചാൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതൊക്കെയല്ലേ? അപ്പൊ A1 B2 C3 D4 അങ്ങനെ തന്നെ വരും. സോ ആൻസർ A ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.
ഫിഗർ ക്വസ്റ്റ്യൻ അധികം ചോദിക്കാറുള്ളത് മൂഡ് ആൻഡ് ഫിഗർ മാത്രമാണ്. അതിൽ കൂടുതൽ ചോദിക്കാറില്ല. എല്ലാവരും മാർക്സ് കമന്റിൽ ഇട്ടെ. തരാം. ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഞാൻ നമ്പർ തരുന്നതിന്റെ കൂടെ പറയാട്ടോ. കുറച്ചധികം തിരക്കുകളുണ്ട്. ഓക്കെ, വെരി ഗുഡ്. 8, 9, 10 ഒക്കെ കിട്ടിയ ആൾക്കാര് സൂപ്പർ. ഓ, 10 ഔട്ട് ഓഫ് 10 ഒക്കെ കിട്ടിയ ആൾക്കാർ അടിപൊളി, സൂപ്പർ. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിംഗിൽ അടുത്ത നെറ്റ് എക്സാമിൽ ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആൻസർ ചെയ്യാം. വെരി ഗുഡ്. കാണിക്കാട്ടോ. അപ്പോൾ ഓൾ ഓഫ് യു താങ്ക് യു വെരി മച്ച്. ഡൗട്ടോ സ്ലൈഡോ ആവശ്യമില്ലാത്തവർക്കൊക്കെ പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആണോ വേണ്ടത്, എക്സ്പ്ലനേഷൻ ആണോ വേണ്ടത്? ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും താങ്ക് യു. ചോദിച്ച ആള് ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ എക്സ്പ്ലനേഷൻ. ലാസ്റ്റത്തെ എക്സ്പ്ലനേഷൻ കാണിക്കാം. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ. ക്വസ്റ്റ്യൻ 1 ആണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേ? ക്വസ്റ്റ്യൻ 1 ഒന്നുമില്ലടാ. നമ്മൾ അർത്ഥപതിയിൽ യൂഷ്വലി പറയാറുള്ള ദേവദത്തല്ലേ, അത് തന്നെ സെയിം. ആകെ ഇവിടെ തന്നിരിക്കുന്നത് ദേവദത്തക്ക് പകരം എന്ത് തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആക്കിയെന്ന് മാത്രം. ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് പകലൊന്നും എഴുതുന്നില്ല, പക്ഷെ കൃത്യസമയത്ത് അസൈൻമെന്റ് വെക്കുന്നുണ്ട്. അപ്പൊ ആൾ എന്ത് ചെയ്യുന്നുണ്ടാകും? രാത്രി ഇരുന്ന് എഴുതുന്നുണ്ടാകും. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രമാണയെ എന്താണ് മീമാംസ സ്കൂളിൽ പറയുക എന്നുള്ളതാണ്. സ്കൂൾ ഏതാണെങ്കിലും ആകെ പറയുന്ന പ്രമാണാസ് ഏതൊക്കെയാണോ അതെല്ലാം സെയിം തന്നെയാണ്. സോ അത് അർത്ഥപതിയിലാണ് വരിക. പിന്നെ നമ്മൾ അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അത് തന്നെ. പിന്നെ അനുപലബ്ധി നോൺ പെർസെപ്ഷൻ ആണ്. ഒരു കാര്യം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അലൗകിക പ്രത്യക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ബിയോണ്ട് പെർസെപ്ഷണൽ നോളജ് ആണ് വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ 2 എക്സ്പ്ലെയിൻ ചെയ്യാം. ഹേതു, സാധ്യ, പക്ഷ, ഇത് 3 ഉള്ളത്. ഹേതു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. സാധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കാട്ടോ. ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണോ ഇൻഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പറയാട്ടോ, അലൗകിക പറയാം. എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് സാധ്യ. ഇനി ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. ലൈക്ക് സ്മോക്ക്, തീ ഉണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കുന്നത് സ്മോക്ക് കണ്ടിട്ടാണ്. അപ്പൊ സ്മോക്ക് ആണ് എന്ത്? ഹേതു. ഇനി പക്ഷ എന്ന് പറഞ്ഞാൽ എവിടെയാണോ തീ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടത് അതായിരിക്കും പക്ഷ. വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യയും ഹേതുവും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാകും. അത് യൂണിവേഴ്സലി സെയിം ആയിരിക്കും. അതിനെയാണ് യൂണിവേഴ്സൽ കൺകമ്മിറ്റൻസ് അല്ലെങ്കിൽ വ്യാപ്തി എന്ന് പറയാം. എവിടെയൊക്കെ തീയുണ്ടോ അവിടെയൊക്കെ പുകയുണ്ട് എന്നുള്ള ആ ഒരു ബന്ധം. അപ്പോ ഇനി ദൃഷ്ടാന്ത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. വേറെ ആയിരിക്കും അലൗകിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബിയോണ്ട് അവർ പെർസെപ്ഷൻ നോളജ്. നമ്മൾ ഈ 6th സെൻസ് വർക്ക് ആകുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഭയങ്കര യോഗയൊക്കെ നല്ലപോലെ ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഈ ലൗകികമായിട്ടുള്ള പെർസെപ്ഷന്റെ പുറത്ത് കാണുക, കേൾക്കുക, ശ്വസിക്കുക, അങ്ങനത്തെ പഞ്ചഭൂതങ്ങൾ കാരണം നമുക്ക് കിട്ടുന്ന തരത്തിലുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും പെർസെപ്ഷൻസിനെയാണ് അലൗകിക പ്രത്യക്ഷ എന്ന് പറയാം. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ ആണത്. ഓക്കെ, ഇനി ആരൊക്കെ എന്തൊക്കെയോ ചോദിച്ചല്ലോ. 9th ക്വസ്റ്റ്യന്റെ സ്ലൈഡ് അല്ലേ? ഓക്കെ, സെക്കൻഡ് സ്ലൈഡ് ഇതാണ്. ഇതാണ് സെക്കൻഡ് സ്ലൈഡ്. ക്വസ്റ്റ്യന്റെ സ്ലൈഡ് ആണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യന്റെ സ്ലൈഡ്. 9th ക്വസ്റ്റ്യൻ ഞാനിപ്പോ കാണിച്ചു തരാം. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യന് ഇതാണ് 9th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അല്ലേ വേണ്ടേ? ആ ഫിഗർ കാണിക്കാം. ഇതാണ് ക്വസ്റ്റ്യന്റെ സ്ലൈഡ്, ഇത് ആൻസറിന്റെ സ്ലൈഡ്. ഇത് ഫിഗറിന്റെ സ്ലൈഡ് കേട്ടോ. നോൺ പെർസെപ്ഷൻ ഒന്നും ഇല്ലടാ. നമ്മളോട് ഇങ്ങനെ പറയില്ലേ, ആ റൂമിൽ പോയിട്ട് ഒരു സാധനം എടുത്തിട്ട് പോകാന്ന് പറയുന്നു. നമ്മൾ ആ ടേബിളിന്റെ പുറത്തൊരു പേൻ ഉണ്ടാവുന്ന എടുത്തിട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. നമ്മൾ ആ ടേബിളിന്റെ മണ്ടയിൽ പേൻ ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നു. അവിടെ പേൻ ഇല്ല എന്ന് തിരിച്ചറിയില്ലേ? അതാണ് നോൺ പെർസെപ്ഷൻ. അവിടെ ഒരു വസ്തു ഇല്ല എന്നുള്ളതിൽ നിന്നും ആ വസ്തു അവിടെ ഇല്ല എന്ന് തിരിച്ചറിയുന്നതാണ് നോൺ പെർസെപ്ഷൻ. നിങ്ങൾ ആ ഒരു കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ മതി. പുകയില്ലാത്തടത്തൊന്നും തീ ഉണ്ടായിരിക്കില്ല എന്ന് പറയും. നമ്മൾ എക്സാമ്പിളിൽ അങ്ങനെ ഒരു ഒതന്റിക് എക്സാമ്പിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യം അവിടെ ഇല്ല എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ പെർസെപ്ഷണൽ നോളജ് ആണ്. അത് തന്നെയാണ് ഈ പറയുന്നത്. കണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെയാണല്ലോ കാണാത്തൊരു വസ്തു ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിലേക്ക് ബൈ. എല്ലാവരും ഗുഡ് നൈറ്റ്.
താങ്ക് യു സോ മച്ച്.